ശ്രീ വിജയകുമാർ, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന അയ്യപ്പ ഭക്തരുടെ സംഗമം വലിയ വിജയമായിരുന്നു. എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ജനബാഹുല്യം തന്നെയാണ് ആർ.കെ. പുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ദൃശ്യമായത്. എല്ലാവരും ശരണം വിളികളോടെ എങ്ങനെയാണ് അയ്യപ്പനെ പൂജിക്കേണ്ടത് അല്ലെങ്കിൽ അയ്യപ്പനെ ബഹുമാനിക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദീപം ജ്യോതി തെളിയിച്ചുകൊണ്ട് ശരണം വിളികളോടെയാണ് ആ അയ്യപ്പ സംഗമത്തിൽ ഓരോരുത്തരും പങ്കെടുത്തത്. തുടർന്ന് പ്രമേയം പാസാക്കുകയുണ്ടായി. അതും ശരണം വിളിയോടുകൂടിയാണ് ആ പ്രമേയം പാസാക്കിയത്. അയ്യപ്പ ഭക്തർക്കെതിരെ അന്ന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണം, ഒപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണം എന്നുള്ളതും ആ പ്രമേയത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും ഒരു വലിയ വിജയമായ ഡൽഹി അയ്യപ്പ സംഗമത്തെക്കുറിച്ച് എന്താണ് തുടക്കത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് ഞങ്ങളോട്? സ്വാമിയെ ശരണമയ്യപ്പ. ഞങ്ങൾ ഈ ഡൽഹി മലയാളികൾ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ജനൻ ടി വിയോടാണ്. കാരണം 2018 അയ്യപ്പ ശബരിമലയിലെ ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി അന്നത്തെ സംഗമത്തിൽ 25,000 ഭക്തർ പങ്കെടുത്ത പാർലമെൻറ്റ് സ്റ്റേജിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴും ഈ പ്രാവശ്യവും ഇവിടെ ഞങ്ങൾ അയ്യപ്പന്മാർ ജനൻ ടി വി അതിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ ഭക്തരെല്ലാവരും കൂടി ഈ ഡൽഹിയിലുള്ള എല്ലാവരും കൂടി എല്ലാ സാമുദായിക സംഘടനകളും എല്ലാവരും കൂടിയാണ് ഡൽഹിയിലെ ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രമായ ആർ.കെ. പുരത്ത് ഇങ്ങനെ ഒരു സംഗമത്തിന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ദൈവസഹായം എന്ന് അയ്യപ്പ സഹായം തന്നെ പറയാം. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെ കൂടുതൽ കുഞ്ഞുങ്ങളുൾപ്പെടെ അമ്മമാരുൾപ്പെടെ ഞങ്ങൾ എന്ന് വെച്ചാൽ പുരുഷന്മാരെല്ലാം എഴുന്നേറ്റ് മാറേണ്ട വന്നു സീറ്റിൽ നിന്ന്. ഞങ്ങൾ അനൗൺസ് ചെയ്യേണ്ട വന്നു. മാത്രം ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്ര ഒരു സ്വാമിയുടെ അനുഗ്രഹം കിട്ടിയത് തന്നെ ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയി. ഇവിടെ ഇത്ര ആൾക്കാർ എങ്ങനെ ഒഴുകി വന്നു എന്നുള്ളത്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് 500-1000 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ 2000-ൽ കൂടുതൽ ജനങ്ങളാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ശരിക്കുമുള്ള ഒരു ഭക്തർ ഇവിടെയായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ബാക്കിയുള്ള കേരളത്തിലെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒരേ 1-2 ആവശ്യങ്ങളാണ്. അത് ഞങ്ങൾ പ്രമേയം പാസ്സാക്കി അത് ശരണം വിളിച്ചു. അത് എല്ലാവരും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അത് കൂടാണ്ട് ഞങ്ങൾ അയ്യപ്പ ജ്യോതി അത് അതിഭംഗിയായിട്ട് അതിഗംഭീരമായിട്ട് അയ്യപ്പ ജ്യോതി തെളിയിച്ചത് വളരെ ശരണം വിളിയുടെ ഇത്ര ദൂരം വരെയും കേട്ടു നിന്നുള്ളതാണ് ഉള്ള അറിവുകൾ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും. ജനൻ ടി വി അതിന് ഫുൾ ഞങ്ങളുടെ കൂടെ ഭക്തരൊപ്പം നിന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ മലയാളികളും ജനൻ ടി വിയോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സഹായിക്കണം, ഞങ്ങൾ ഭക്തരുടെ കൂടെ നിൽക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത്. ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. ഞങ്ങളാണ് ശരിക്കും ഭക്തർ എന്നുള്ളതാണ് ഞങ്ങളുടെ